നത്തോലി ചെറിയ മീനല്ല എന്ന് പറയാറില്ലേ? അത് മുഖ്യമന്ത്രി വി ഡി സതീശന് ബാധകമാവുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെറിയ മീനല്ല, വലിയ കളികളാണ് അദ്ദേഹം കളിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കുശാഗ്രബുദ്ധിയായ രാഷ്ട്രീയക്കാരൻ ഞാനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതില്ലെങ്കിൽ അത്തരമൊരു പ്രയോഗം അദ്ദേഹത്തിന് ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും വലിയ കളികളാണ് വി ഡി സതീശൻ കളിക്കുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴിതാ 3 പക്ഷിയാണ് വി ഡി സതീശൻ ലക്ഷ്യപ്പെടുന്നത്. അതിലൊന്ന് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ്, കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച നേതാവ്, അദ്ദേഹത്തിന് മുകളിൽ ആധികാരികമായ സ്ഥാനം ഉറപ്പിക്കണം. പിണറായിയെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം. ഇതൊക്കെയായിരിക്കും വി ഡി സതീശൻ്റെ മനസ്സിലുള്ളത്. അതോടൊപ്പം തന്നെ പിണറായിയുടെ വീട്ടിൽ പോലീസ് കയറിയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മറ്റു 2 പേരുണ്ട്, അവരുടെ വീടുകളിലും ഇതുപോലെ ഇഡിയെ കയറ്റാനുണ്ട്. അപ്പോൾ പ്രതിഷേധം എങ്ങനെ ഉണ്ടാകും, ഏത് രൂപത്തിൽ അത് പ്രതിഫലിക്കും എന്നത് അറിയണം. ഒരു ടെസ്റ്റ് ഡോസ്, അതാണ് പിണറായിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൻ്റെ പിന്നാമ്പുറം. ബി ജെ പിയും വി ഡി സതീശനും ഒത്തൊരുമിച്ച് വലിയ കളികൾ കേരളത്തിൽ ആസൂത്രണം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവ്. മന്ത്രിസഭയിൽ വി ഡി സതീശന് പ്രധാനപ്പെട്ട എതിരാളി അത് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തര വകുപ്പ്. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള ആൾ ശക്തനായിരിക്കും. ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതായിരുന്നു ആദ്യ ലക്ഷ്യം. ധനകാര്യ വകുപ്പ് വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാം എന്ന ചർച്ച ആദ്യം മുതലേ വി ഡി സതീശൻ UDF-നകത്തും കോൺഗ്രസിനകത്തും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിൻ്റെ ഇടപെടലാണ് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെത്തിച്ചതും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയതും. രമേശ് ചെന്നിത്തല ആരോപണ വിധേയനാണ് ഈ കേസിൽ. അദ്ദേഹത്തെ ആരോപണത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡിയെ കയറ്റണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഇഡി കയറിയാൽ ഒരു സംശയം വേണ്ട, ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ വരും. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ചെറിയ വകുപ്പ് എടുത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിൽ തുടരാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി അത് മറ്റാരുമല്ല, പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പും IT-യും കുറേ നാളുകളായി കൈകാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പുകളിൽ ഒന്നാണ് വ്യവസായവും IT-യും. അത് കുഞ്ഞാലിക്കുട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത്, മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. വി ഡി സതീശന് അതിൽ കണ്ണുണ്ട്, ചില താല്പര്യങ്ങൾ ഉണ്ട്. ആ താല്പര്യങ്ങൾ നടപ്പാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് വിരട്ടി നിർത്തണം. നേരത്തെ ഒരു ഇടപെടൽ വി ഡി സതീശൻ നടത്തിയിരുന്നു. സുപ്രധാനമായ 3 പോസ്റ്റുകൾ, വ്യവസായ വകുപ്പ് ഡയറക്ടർ, അതോടൊപ്പം KSIDC MD തുടങ്ങിയ പോസ്റ്റുകളിൽ 3 പോസ്റ്റുകളിൽ നിയമനം നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാതെ വി ഡി സതീശൻ. അതിനൊരു പ്രതിഷേധം മുസ്ലിം ലീഗിനകത്ത് രൂപം കൊണ്ടുവരികയുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം ഉന്നയിക്കും എന്ന് പറഞ്ഞിരുന്നു അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പരസ്യമായി തന്നെ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ ഇന്റേണലായി ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നു, പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇഡിയുടെ വരവോടുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒന്ന് ഒതുങ്ങും. പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് ഒതുക്കാം. അങ്ങനെ മന്ത്രിസഭയിൽ തനിക്കെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള 2 പ്രധാന എതിരാളികൾ, മന്ത്രിസഭയിൽ മാത്രമല്ല രാഷ്ട്രീയമായി ഉയർന്നു വരാൻ സാധ്യതയുള്ള 2 എതിരാളികൾ, രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി, 2 പേരെയും ഒതുക്കുക എന്നതാണ് വി ഡി സതീശൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരക്ഷരം മിണ്ടാതെ മാധ്യമങ്ങളിൽ നിന്ന് ഒളിക്കുന്നത്. റെയ്ഡിനെ കുറിച്ച് പ്രതികരണം ചോദിച്ചാൽ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. മാധ്യമങ്ങളോട് വാദോരാതെ സംസാരിക്കുന്ന വി ഡി സതീശനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ, ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളോട് ഒരക്ഷരം മിണ്ടുന്നില്ല, മൗനമാണ്. ആ മൗനത്തിന് പിറകിലുണ്ട് എല്ലാ കാര്യങ്ങളും, എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വി ഡി സതീശൻ. അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് മൗനം, ഇപ്പോഴത്തെ മൗനം അത്യാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായാലും വി ഡി സതീശൻ്റെ നീക്കങ്ങൾ എത്ര കണ്ട് കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, UDF-ൽ ഫലപ്രദമാകും എന്നതേ ഇനി അറിയാനുള്ളൂ. UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും സമുന്നതനായ, ആരും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി മാറണം വി ഡി സതീശന്. അതിനുള്ള ഒരുക്കങ്ങളാണ്, തയ്യാറെടുപ്പുകളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് BJP-യുമായി കൂട്ടുകൂടാൻ പോലും
വി.ഡി. സതീശന് മടിയുണ്ടാക്കില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, 5 വർഷം ഈ മുഖ്യമന്ത്രി കസേര.